പ്രിയപ്പെട്ട കാവപ്പുര മഹല്ല് പ്രവാസികളെ, അസ്സലാമു അലൈക്കും. കാവപ്പുര മഹല്ല് പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും മഹലിലെ തീർത്തും അശരണരായ പാവങ്ങളെ സഹായിക്കുന്നതിനായും ഗൾഫ് നാടുകളിലെ കാവപ്പുര പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് GCC കാവപ്പുര എന്ന സംരംഭം 3/4/2015 നിലവിൽ വന്നു. തുടർന്ന് വ്യത്യസ്ത GCC രാജ്യങ്ങളിലുള്ള പ്രഗത്ഭരായ 18 അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇവരിൽ നിന്നും ഒരു കേന്ദ്ര കമ്മിറ്റിയും തുടർന്ന് കീഴ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഇതിനു പുറമെ നാട്ടിലെ പ്രതിനിധികളായി ഒരു 4 അംഗ ടീമിനെയും നിയമിച്ചു. GCC ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഇഷാഖ് P UAE, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ PP ഖത്തർ, സെക്രട്ടറി ഷാഹുൽ ഹമീദ് N ഖത്തർ, ഖജാൻജി കുഞ്ഞാലിൻകുട്ടി P UAE, കോർഡിനേറ്റർ മുനീർ PP UAE. GCC ഖത്തർ ഗ്രൂപ്പ് പ്രസിഡന്റ് സമദ് K, സെക്രട്ടറി യൂനസ് U. GCC അബുദാബി ഗ്രൂപ്പ് പ്രസിഡന്റ് സമീർ കൂനത്തിൽ, വൈസ് പ്രസിഡന്റ് മുസ്തഫ ഒലിയ, സെക്രട്ടറി അൻവർ TP. GCC ദുബായ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി P, വൈസ് പ്രസിഡന്റ് അഷ്റഫ് പനക്കൽ, സെക്രട്ടറി മുനീർ PP. GCC ഒമാൻ ഗ്രൂപ്പ് പ്രസിഡന്റ് ഇഷാഖ് AP, സെക്രട്ടറി അഷ്റഫ് N. GCC KSA ഗ്രൂപ്പ് പ്രസിഡന്റ് മുഹമ്മദ് അലി എരിഞ്ഞോളി, സെക്രട്ടറി ഷറഫുദ്ദീൻ കൂനത്തിൽ. GCC ഗ്രൂപ്പ് മാനേജിംഗ് ഇൻചാർജ് കാവപ്പുര കരീം കുഞ്ഞുമൊയ്തു KK, ലത്തീഫ് എരിഞ്ഞോളി, താജുദ്ദീൻ P. GCC കാവപ്പുര എന്ന നമ്മുടെ സംരംഭത്തിന്റെ ആദ്യ യോഗം 10/4/2015 ദുബായിൽ വെച്ച് ചേരുകയും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. തീരുമാനങ്ങൾ താഴെ പറയുന്നു. 18 അംഗ കമ്മിറ്റി മുൻ നിശ്ചയിച്ച പ്രകാരം അതുപോലെ തുടരുവാൻ തീരുമാനിച്ചു. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും 100 ദിർഹം തത്തുല്യ സംഖ്യ എടുത്തുകൊണ്ട് GCC കാവപ്പുര എന്ന സംരംഭത്തിന്റെ തുടക്കം കുറിച്ചു. ഭൂരിപക്ഷ തീരുമാനപ്രകാരം വരിസംഖ്യ 20 ദിർഹം തത്തുല്യ സംഖ്യയാക്കി നിജപ്പെടുത്തി. വരിസംഖ്യ ഒരു വർഷത്തേക്കുള്ളത് മൊത്തമായോ 2 തവണയായോ അതുമല്ലെങ്കിൽ 4 തവണയായോ സ്വരൂപിക്കാനും ആദ്യ ഗഡു 3 മാസത്തിനുള്ളിൽ പിരിക്കാനും തീരുമാനമായി. വരിസംഖ്യ സ്വരൂപിക്കേണ്ടത് നിർബന്ധമായും അതാത് GCC ഗ്രൂപ്പിൽ നിക്ഷിപ്തമായിരിക്കും. ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു. വരിസംഖ്യയിൽ വീഴ്ച വരുത്തുന്നവർക്ക് സംഘടനയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹരല്ലെന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. GCC കാവപ്പുരയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർ അടുത്ത ജനുവരിക്ക് മുൻപായി മെമ്പർഷിപ്പ് എടുക്കണമെന്ന നിർദ്ദേശം നൽകാൻ തീരുമാനമായി. ഫണ്ട് ഉപയോഗം കാവപ്പുര മഹലിന്റെ കീഴിലുള്ള പ്രവാസികളുടെ ക്ഷേമത്തിനായി ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ തീരുമാനിച്ചു. മരണം, രോഗം, പാർപ്പിടം മുതലായവ. കാവപ്പുര മഹലിലെ തീർത്തും അശരണരായ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അർഹതപ്പെട്ടവർക്കുള്ള കമ്മിറ്റിയുടെ സഹായം നൽകുന്നത് അടുത്ത 3 മാസത്തിനു ശേഷം പരിഗണിക്കുവാനും തീരുമാനമായി.